ലാബിൽ ഫിഷ് മോളിയാണ് ഇന്നത്തെ റെസിപ്പി. ഇതൊരു മസാല ടേസ്റ്റ് ഉള്ളൊരു ഫിഷ് കറിയാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയായത്. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിന്നൊരു 1/2 കിലോ വെള്ള ആവോലി അഥവാ വൈറ്റ് പോംഫ്രറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു മസാല ഉണ്ടാക്കിയിട്ട് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആ മസാലയ്ക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നാരങ്ങാ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ മസാല നമ്മുടെ മീനിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. മീനിലെ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇത് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഞാൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചെടുത്താൽ മതി. നമ്മളിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ആ സൈഡിലൂടെ ഫ്രൈ ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ളൊരു മസാല ഒന്ന് തയ്യാറാക്കി വെക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് കുഴച്ച് വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് കറി ഉണ്ടാക്കുന്ന സമയത്തേക്ക് നമ്മുടെ ഈ പൊടികളെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ 2 സൈഡും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് അങ്ങ് മാറ്റി വെക്കാം. നമുക്കിനി കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊക്കെ പൊട്ടി തുടങ്ങി. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി. വെളുത്തുള്ളി ഇതിനകത്ത് കൂടുതൽ വേണ്ട, വെളുത്തുള്ളിയുടെ രുചി അധികം വേണ്ട. അത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവണം. ഇതിലേക്ക് ഒരു 10 വലിയ സൈസിലുള്ള ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കാം. ഇതിന് പകരം സവാള ചേർത്താലും മതി. സവാള ചേർക്കുമ്പോൾ 2 ചെറിയ സവാളയോ അല്ലെങ്കിൽ ഒരു വലിയ സവാളയോ ചേർത്താൽ മതി. പിന്നെ ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ചെറിയുള്ളി വൃത്തിയാക്കി എടുക്കാനൊക്കെ മടിയുള്ളവർക്ക് സവാള ചേർക്കാം. പക്ഷേ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ കറിക്ക് രുചി കൂടുതൽ കിട്ടുന്നത്. ഉള്ളിയൊക്കെ കണ്ടോ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ നമ്മൾ മുമ്പേ കുതിർത്ത് വെച്ച അരപ്പില്ലേ, ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. നമ്മൾ മീനിനകത്ത് ഉപ്പൊക്കെ പുരട്ടിയിട്ടാണ് അത് മീൻ ഫ്രൈ ചെയ്തെടുത്തത്. അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്ന ഉടനെ ഗ്രേവിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. അരപ്പൊക്കെ മൂത്ത് എണ്ണ തെളിഞ്ഞു തുടങ്ങി. നമുക്കിനി ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു. നമുക്കിനി ഫ്രൈ ചെയ്ത മീൻ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മൾ ഈ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി അരപ്പും എണ്ണയൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടല്ലോ. അപ്പം നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ തന്നെ ചട്ടി ഒന്ന് ചുറ്റിച്ച് ഇനി നമുക്കിതിലൊരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിപ്പോൾ വട്ടത്തിൽ അരിഞ്ഞിരിക്കുന്നത്. വട്ടത്തിൽ തന്നെ അരിയണമെന്നില്ല, നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഈ കറിക്ക് പുളി ചേർക്കുന്നില്ല. പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ തക്കാളിയും പിന്നെ അവസാനം കുറച്ച് വിനീഗറും മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ സ്പൂണൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചട്ടി ചുറ്റിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്തിരി ഉപ്പ് കുറവുണ്ട്, നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി അടച്ചു വെച്ചൊരു 2 മിനിറ്റ് കൂടെ. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് കുറച്ചുകൂടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുമ്പ് ഒഴിച്ചതിനെക്കാട്ടി കുറച്ചുകൂടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ. എന്നിട്ട് വീണ്ടും ചുറ്റിക്കുക. ഇതിന് തിളക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ കൈകൊണ്ട് ഞെരടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറി അടുപ്പിൽ നിന്ന് മാറ്റാം. നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറ്, ചപ്പാത്തി, അപ്പം, പുട്ട് ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.